യഥാർത്ഥ ഷൂനക്കികൾ ആരെന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ വീരവിനായക ദാമോദർ സവർക്കറുടെ ജയിൽ ശിക്ഷാ കാലഘട്ടം നമ്മൊന്ന് നോക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ കാലയളവിൽ അദ്ദേഹം അനുഭവിച്ച കൊടും ക്രൂരതകളെക്കുറിച്ച് രേഖപ്പെടുത്തിയ ചരിത്രം തന്നെയുണ്ട്. കാൽവിലങ്ങുകൾ ധരിപ്പിച്ച്, കൈവിലങ്ങുകൾ ധരിപ്പിച്ച്, നേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത മുറികളിൽ താമസിപ്പിച്ച് 6 മാസത്തോളമൊക്കെ ഏകാന്ത തടവിന് ശിക്ഷ വിധിക്കപ്പെട്ട് അങ്ങനെ ക്ലാസ് ഡി എന്ന് പറയുന്ന ഏറ്റവും അപകടകാരിയായ വ്യക്തി എന്ന നിലയിൽ ബ്രിട്ടീഷ് സർക്കാർ കണ്ട അങ്ങനെയുള്ള ഒരു കുറ്റവാളി എന്ന നിലയിലായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നാൽ നെഹ്റു ഏത് തരത്തിലുള്ള ശിക്ഷയാണ് അനുഭവിച്ചത്? അദ്ദേഹത്തിന് മിക്കപ്പോഴും ലഭിച്ചിരുന്നത് ഈ പ്രിവെന്റീവ് അറസ്റ്റ് പോലെയുള്ള, കരുതൽ തടങ്കൽ പോലെയുള്ള ചില അറസ്റ്റുകളും നടപടികളുമാണ് അദ്ദേഹം നേരിട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഈ അഹമ്മദ്നഗർ കോട്ടയിലടക്കമുള്ള ജയിലുകളിൽ ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്നതിന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ കത്തുകളും അദ്ദേഹത്തിന്റെ തന്നെ ഡയറിക്കുറിപ്പുകളും ഉണ്ട്, ചിത്രങ്ങളും. കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. സവർക്കർ ഒരു വശത്ത് നേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു കുടുസുമുറിയിൽ തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ നെഹ്റു തടവ് അനുഭവിച്ചതിന് എങ്ങനെയാണ്? അദ്ദേഹത്തിന് വീട്ടിലേക്ക് കത്തെഴുതാമായിരുന്നു, അദ്ദേഹത്തിന് പത്രം കിട്ടിയില്ലെന്നുള്ള പരാതി ഉന്നയിക്കാമായിരുന്നു, അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞതിന് വരെ പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമാകട്ടെ അദ്ദേഹത്തിന് പുസ്തകം എഴുതാനുള്ള അവസരം കൊടുത്തു. അങ്ങനെ എങ്ങനെയാണ് നെഹ്റുവിനെ ബ്രിട്ടീഷുകാർ കണ്ടത്, എങ്ങനെയാണ് സവർക്കറെ ബ്രിട്ടീഷുകാർ കണ്ടത് എന്നുള്ളതിന് കൃത്യമായ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ പൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാകും യഥാർത്ഥ ഷൂനക്കി ആരാണെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാണ് സവർക്കർ ഇവർക്ക് യോജിക്കാൻ കഴിയാത്ത, സവർക്കർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടുകളിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സവർക്കർ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. പിന്നീട് അദ്ദേഹം ഹിന്ദുത്വത്തെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും അതിന്റെ പ്രചാരകനായി മാറുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇത് ആദ്യ കാലഘട്ടത്തിലൊന്നും ഇതിനെതിരെ വലിയ എതിർപ്പുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നാണോ ഭാരതത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമൊക്കെ ഈ മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്, അവിടെ ഉണ്ടായിരുന്ന തീവ്ര നിലപാടുകാർക്ക് ഈ സവർക്കറുടെ ഹിന്ദുത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അന്ന് തൊട്ട് അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിന്റെ പേരിലാണ് ഇപ്പോൾ ഈ പറയുന്ന നിലപാടിലേക്ക് സവർക്കറെ ആദ്യം അംഗീകരിച്ചവർ തന്നെ, അവരുടെ പൈതൃകം പേറുന്നവർ തന്നെ, അവരുടെ രാഷ്ട്രീയ പൈതൃകം പേറുന്നവർ തന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ AKജിയും EMSും വരെ സവർക്കറെ പറ്റി പറഞ്ഞത് എന്താണ്? എന്നാൽ അവർ പറഞ്ഞ തങ്ങളുടെ തലമുതിർന്ന നേതാക്കളായിരുന്ന തങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിന് ഊടും പാവും ചേർത്ത് എഴുതി വെച്ച നേതാക്കൾ പറഞ്ഞതല്ല, ഇപ്പോഴത്തെ ജിഹാദിയുടെ വിമർശനമാണ് അവർക്ക് പഥ്യം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിന്റെ മാറ്റം. ഒരു കാലഘട്ടത്തും സവർക്കറെ ഈ നാട്ടിൽ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തതിന്റെ ഒരു മനസ്ഥിതിയുടെ, ഒരു ജിഹാദി മനസ്ഥിതിയാണ് ഇതിന്റെ, ഒരു ജിഹാദി ഇടത് എക്കോസിസ്റ്റം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെയുള്ള ഈ വന്ദേ മാതരത്തെ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത, ആ സവർക്കറെ അംഗീകരിക്കാൻ കഴിയാത്ത, ദേശീയ മൂല്യങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത, ദേശീയമായി ഒന്നിനെയും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയുടെ ബാക്കിപത്രമാണ് സവർക്കറിനായിട്ടുള്ള ഈ പരാമർശം. പക്ഷേ ചരിത്രം കൃത്യമായി പഠിച്ചാൽ ഭാരതത്തിന് വേണ്ടി ഏറ്റവും കഠിനമായിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിച്ച ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഏറ്റവും അപകടകാരിയായ വിപ്ലവകാരി എന്ന് അവർ തന്നെ മുദ്രകുത്തിയ ആളാണ് വീരവിനായക സവർക്കർ എന്നുള്ളത്. അപ്പോഴാണ് മറുവശത്ത് മുറിയിൽ ആഡംബര സൗകര്യങ്ങളുമായി ജയിലിൽ കഴിഞ്ഞ നെഹ്റുവിനെയാണ് ഇവർ ബൂസ്റ്റ് ചെയ്ത് മുകളിൽ പിടിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത്.